നമസ്കാരം. രാഹുൽ ഗാന്ധിയെ വെല്ലുവിളിക്കാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ അദാനി അംബാനി പരാമർശം ബി.ജെ.പിക്ക് തിരിച്ചടിയായി എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരടക്കം പറയുന്നത്. ഈ കുത്തകകൾ കോൺഗ്രസിന് പണം നൽകിയെങ്കിൽ അന്വേഷിക്കാൻ ഇഡിയെ വിടണമെന്നുള്ള രാഹുൽ ഗാന്ധിയുടെ കൗണ്ടർ മോദിക്ക് കൃത്യമായ രാഷ്ട്രീയ മറുപടിയായി മാറി എന്ന് പറയാം. വോട്ടെടുപ്പിൻ്റെ 3 ഘട്ടം പിന്നിടുമ്പോൾ ബി.ജെ.പിയുടെ ശക്തി ചോർന്നു പോകുന്നതിന് തെളിവാണ് ഇതെന്ന് പറയേണ്ടി വരും. മോദിയുടെ നിലവിട്ട വാക്കുകൾ എന്നും ഇതിന് വിലയിരുത്തപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നു. തെലങ്കാനയിലെ മോദിയുടെ ഈ പ്രസംഗത്തിന് വലിയ പ്രത്യേകതയുണ്ട് എന്ന് പറയേണ്ടി വരും. അദാനിയുടെയും അംബാനിയുടെയും പേരുകൾ ആദ്യമായി തിരഞ്ഞെടുപ്പ് പ്രസംഗത്തിൽ മോദി ഉപയോഗിച്ചു. കഴിഞ്ഞ ദിവസം ജാർഖണ്ഡിൽ നടത്തിയ രാഷ്ട്രീയ റാലിയിലും അതിനു മുമ്പ് ഏപ്രിൽ 12-ന് കോയമ്പത്തൂർ നടത്തിയ സമ്മേളനത്തിലും മോദിയെയും അദാനിയെയും കൂട്ടിക്കെട്ടിയാണ് രാഹുൽ ഗാന്ധി വിമർശിച്ചത്. ഇതൊന്നും കണ്ടില്ലെന്ന് നടിച്ചാണ് അംബാനി അദാനിമാരെക്കുറിച്ച് രാഹുൽ മൗനം പാലിക്കുകയാണ് എന്ന് മോദി ആരോപിച്ചിരുന്നത്. വോട്ടിംഗ് ശതമാനം താഴേക്കിടിയുന്നത് ബി.ജെ.പിക്ക് തിരിച്ചടിയാണ് എന്ന് അംബാനി കോൺഗ്രസുമായി അടുക്കുന്നു എന്നുള്ള ഡൽഹി അഭ്യൂഹങ്ങളുടെ പ്രതിഫലനമാണ് മോദിയുടെ വാക്കുകളെന്ന് പറയേണ്ടി വരും. ഇത് രാഷ്ട്രീയ നിരീക്ഷകർ മാത്രം വിലയിരുത്തുന്നതല്ല, ബി.ജെ.പി പോലും വിലയിരുത്തി തുടങ്ങിയിരിക്കുന്നു. തൊഴിലില്ലായ്മ, വിലക്കയറ്റം തുടങ്ങിയ വിഷയങ്ങൾ തിരഞ്ഞെടുപ്പ് ചർച്ചയാക്കുന്നതിൽ ഇന്ത്യ മുന്നണി വിജയിച്ചു. ജനകീയ വിഷയങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കുവാൻ മോദി മനഃപൂർവ്വം അദാനി അംബാനി ചർച്ച പൊതുധാരയിലേക്ക് കൊണ്ടുവന്നു. പക്ഷേ അത്തരത്തിൽ കൊണ്ടുവരുമ്പോൾ അത് വിശ്വസിക്കുന്നവർ ഏറെയാണ് എന്ന് പറയേണ്ടി വരുന്നു. ഇനി നമുക്കൊരു കാര്യം നോക്കേണ്ടത്, 3 ഘട്ടം പിന്നിടുമ്പോഴും ഉഷ്ണതരംഗമല്ലാതെ രാഷ്ട്രീയ തരംഗമില്ലാത്ത തെരഞ്ഞെടുപ്പിൽ 400 സീറ്റുകൾ എന്ന ലക്ഷ്യം ബി.ജെ.പിക്ക് വിദൂര സ്വപ്നമാകുന്നു. 2014-2019 വർഷങ്ങൾ മോദി തരംഗത്തിൽ ജയിച്ചു കയറിയുന്ന ബി.ജെ.പിക്ക് അനുകൂലമായി ഇക്കുറി തിരഞ്ഞെടുപ്പ് കളങ്ങളിൽ അത്തരത്തിലുള്ള പ്രഭാവങ്ങളൊന്നുമില്ല. മോദി തരംഗമില്ല, ഇതൊന്നും ദൃശ്യമാകുന്നില്ല എന്ന് പറയേണ്ടി വരും. എന്നാൽ 10 വർഷത്തെ ഭരണത്തോടുള്ള പൊതുസ്വീകാര്യത കുറവും രാഷ്ട്രീയ അന്തരീക്ഷത്തോടുള്ള വിരക്തിയും പഴയ തട്ടകങ്ങളിൽ പ്രതിഫലിക്കുന്നുമുണ്ട്. 3-4 ഘട്ടങ്ങളിൽ ബി.ജെ.പിയും സഖ്യകക്ഷികളും കാര്യമായ ഉണ്ടാക്കിയാൽ മാത്രമേ എൻ.ഡി.എക്ക് സാധ്യതയുള്ളൂ എന്നാണ് തെരഞ്ഞെടുപ്പ് വിദഗ്ധരുടെ വിലയിരുത്തൽ പോലും. ഗുജറാത്ത് ഉൾപ്പെടെ എൻ.ഡി.എക്ക് ശക്തമായിട്ടുള്ള വേരോട്ടമുള്ള സംസ്ഥാനങ്ങളിലെ മണ്ഡലങ്ങളാണ് 3-ാം ഘട്ടത്തിൽ വിധിയെഴുത്ത് നടത്തിയത്. 10 സംസ്ഥാനങ്ങളിൽ 8-ഉം 2019-ൽ ബി.ജെ.പിക്ക് കാര്യമായ സീറ്റുകൾ നൽകിയിരുന്നു. 2019-ൽ ഈ ഘട്ടത്തിൽ നിന്ന് 80 സീറ്റുകൾ എൻ.ഡി.എ നേടുകയും ചെയ്തിരുന്നു. ഇത് കുറി 65 സീറ്റാകുമെന്നുള്ള കാര്യം തിരഞ്ഞെടുപ്പ് വിദഗ്ധരുടെ നിരീക്ഷണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. എന്നാൽ 2019-ൽ 12 സീറ്റുകൾ നേടിയിരുന്ന കോൺഗ്രസും സഖ്യകക്ഷികളും ഇത്തവണ 27 സീറ്റുകൾ ആക്കി ഉയർത്തുമെന്നുള്ള കണക്കുകൂട്ടൽ വരുന്നു. 4-ാം ഘട്ടത്തിലും സീറ്റുകൾ കുറഞ്ഞാൽ ഭരണ തുടർച്ചയെന്ന ബി.ജെ.പിയുടെ കണക്കുകൂട്ടലുകളെ ബാധിക്കുന്ന വിലയിരുത്തലും ഉയരുന്നുണ്ട് എന്ന് പറയേണ്ടി വരും. കാരണം ഇനിയൊരു അംഗമുണ്ടാകില്ല. ഇവിടുത്തെ ഒരു പൊതുസ്ഥിതി എന്ന് പറയപ്പെടുന്നത് 3-ാം ഘട്ടം വോട്ടെടുപ്പ് പിന്നിടുമ്പോഴും തിരഞ്ഞെടുപ്പ് രംഗത്ത് അത്തരത്തിലുള്ള വലിയ ഓളങ്ങളില്ല. പതിവില്ലാത്ത നിശബ്ദതയും നിസ്സംഗതയും ഉത്തരേന്ത്യയിലെ രാഷ്ട്രീയ ഭൂമികകളിൽ പോലും ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത്. അതിനാലാണ് 2019-ൽ ഒപ്പം നിന്ന വോട്ട് ബാങ്കുകൾ പിടിവിടാതിരിക്കുവാൻ പ്രധാനമന്ത്രി 3-ാം ഘട്ടം എത്തിയപ്പോൾ അതിതീവ്ര ഹൈന്ദവ മുദ്രാവാക്യങ്ങളും മുസ്ലിം വിരുദ്ധ പരാമർശങ്ങളും പുറത്തെടുത്തത്. തരംഗങ്ങൾ ഒഴിഞ്ഞത് 3 ഘട്ടം പിന്നിടുമ്പോൾ ഇന്ത്യ സഖ്യത്തിന് പ്രതീക്ഷ നൽകി എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. കാരണം അവിടെ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു കോൺഗ്രസ്. 10 വർഷത്തെ ഭരണ തുടർച്ചയുള്ള വിരക്തി, 400 സീറ്റുകൾ എന്ന പ്രഖ്യാപനം ഉണ്ടാക്കിയ അമിതമായിട്ടുള്ള ആത്മവിശ്വാസം, ഏകപക്ഷീയ തിരഞ്ഞെടുപ്പാണെന്ന തോന്നൽ, ഇ.ഡി റെയ്ഡ് മുതലുള്ള വിവാദങ്ങൾ, വോട്ടെടുപ്പ് പ്രക്രിയയോടുള്ള നിസ്സംഗത തുടങ്ങിയവയാണ് ഇപ്പോൾ പോളിംഗ് ശതമാനക്കുറവിൻ്റെ കാരണങ്ങളായി കണ്ടെത്തുന്നത് എന്ന് പറയേണ്ടി വരും. ഇതുണ്ടാക്കുന്ന സ്വാധീനം തിരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിക്കുക തന്നെ ചെയ്യും. അതാർക്കായിരിക്കും നഷ്ടമുണ്ടാക്കാൻ പോവുക? കർണാടക ചൊവ്വാഴ്ച നടന്ന 3-ാം ഘട്ട വോട്ടെടുപ്പിൽ കർണാടക, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലെ സീറ്റുകളിൽ ബി.ജെ.പിയും ഒപ്പം തന്നെ എൻ.ഡി.എയും കനത്ത മത്സരമാണ് നേരിട്ടത്. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നേടിയ മുന്നേറ്റവും മറുഭാഗത്ത് രേവണ്ണ കുടുംബത്തിനെതിരെ ഉയരുന്ന ആരോപണങ്ങൾ, സംസ്ഥാന നേതാക്കളുടെ പ്രവർത്തനവും ഇത് കോൺഗ്രസിൻ്റെ സാധ്യത കർണാടകയിൽ വിപുലീകരിക്കുകയാണെന്ന് പറയേണ്ടി വരും. കാരണം ഈ വടക്കൻ കർണാടകയിലും മധ്യ കർണാടകയിലും ബി.ജെ.പിക്ക് സീറ്റുകൾ കുറഞ്ഞേക്കുമെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. മഹാരാഷ്ട്രയിലേക്ക് പോവുകയാണെങ്കിൽ മഹാരാഷ്ട്രയിൽ എൻ.ഡി.എ സഖ്യം ഇന്ത്യ സഖ്യത്തെ അപേക്ഷിച്ച് കെട്ടുറപ്പ് കുറഞ്ഞ ഒരു നിലയിലേക്ക് എത്തപ്പെടുന്നു എന്നുള്ളതാണ്. ഏകനാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള ശിവസേന വിഭാഗത്തിനും അജിത് പവാറിൻ്റെ നേതൃത്വത്തിലുള്ള എൻ.സി.പി വിഭാഗത്തിനും താഴെത്തട്ടിൽ കാര്യമായിട്ടുള്ള ചലനമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള വിലയിരുത്തൽ ഉണ്ടായിക്കുള്ളൂ. ഇത് ബി.ജെ.പിക്കുള്ളിൽ തന്നെ ഉണ്ടാകുന്നൊരു വിലയിരുത്തലാണ് കേട്ടോ. എന്നാൽ മറുഭാഗത്ത് ശരത് പവാറും ഉദ്ധവ് താക്കറെയും തങ്ങളുടെ തട്ടകങ്ങൾ നഷ്ടമാകാതിരിക്കുവാൻ അക്ഷീണമായിട്ടുള്ള യത്നത്തിലാണവർ. ഇരു പാർട്ടികളുടെയും രാഷ്ട്രീയ ഭാവി കൂടി നിശ്ചയിക്കുന്ന തിരഞ്ഞെടുപ്പാണ് ഈ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് എന്ന് മറന്നു പോകാതിരിക്കട്ടെ.
ഗുജറാത്തിൽ പോവുകയാണെങ്കിൽ കഴിഞ്ഞ തവണ ഗുജറാത്ത് മുഴുവൻ സീറ്റുകളും നേടിയ ഗുജറാത്തിൽ ഇക്കുറി 3 സീറ്റുകൾ നഷ്ടപ്പെട്ടേക്കുമെന്നുള്ള ഒരു വിലയിരുത്തൽ വരുന്നുണ്ട്. ഉത്തർപ്രദേശ്, ബംഗാൾ, ഒഡീഷ ഈ സംസ്ഥാനങ്ങളിൽ അരങ്ങേറുന്ന ത്രികോണ മത്സരങ്ങൾ എന്ന് പറയപ്പെടുന്നത് BJPക്ക് അനുകൂലമാകാനുള്ള സാധ്യതയില്ല. ചിലപ്പോൾ അത് ഗുണകരമായി വന്നേക്കാമെന്നും പറയുന്നുണ്ട്. പക്ഷേ അതൊക്കെ എത്രത്തോളം ആണ് എന്ന് ഇപ്പോൾ പ്രവചിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷത്തിലേക്ക്. കാരണം ഹിന്ദി ഹൃദയഭൂമിയിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ദക്ഷിണേന്ത്യയിൽ നടക്കപ്പെട്ട തിരഞ്ഞെടുപ്പ് ബഹളങ്ങളിൽ ചില ഓളങ്ങളുണ്ടാക്കുവാൻ BJPക്ക് സാധിച്ചുവെങ്കിലും ചിലപ്പോൾ അതൊന്നും വോട്ടുകളായിട്ടോ അല്ലെങ്കിൽ സീറ്റുകളായിട്ടോ മാറുവാനുള്ള സാധ്യത ഇല്ല എന്നുള്ള പ്രവചനങ്ങൾ കൂടി രാഷ്ട്രീയ നിരീക്ഷകർ മുന്നോട്ട് വെക്കുന്നു. എന്നാൽ ഹിന്ദി ഹൃദയഭൂമിയിൽ നിന്ന് ലഭിക്കാവുന്ന മാക്സിമം വോട്ടുകൾ, മാക്സിമം സീറ്റുകൾ നേടിയെടുക്കുക എന്നുള്ളതായിരുന്നു BJPയുടെ തന്ത്രം. പക്ഷേ ആ തന്ത്രത്തിനും പിടിമുറുകുന്നു എന്ന് പറയേണ്ടി വരുന്നു 3ാം ഘട്ടം കഴിയുമ്പോൾ. 3ാം ഘട്ടത്തിൽ പ്രതീക്ഷിച്ചത്ര മുന്നേറ്റം നടത്തുവാനുള്ള ഒരു ശ്രമം മഹാരാഷ്ട്ര അടക്കം BJPക്ക് NDA സഖ്യത്തിന് നടക്കുന്നില്ല എന്നുള്ള സൂചനകൾ നൽകുന്നു. ഇനി വരുന്ന 4, 5, 6 ഘട്ടങ്ങളിലും 7 ഘട്ടങ്ങളിലും ഏത് തരത്തിലുള്ള നിലപാടുകളായിരിക്കും ഉണ്ടാവുക, ഏത് തരത്തിലുള്ള വോട്ടിംഗ് പാറ്റേൺ ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളത് കാണേണ്ടതുണ്ട്. മാത്രമല്ല 1ാം ഘട്ടത്തിലും 2ാം ഘട്ടത്തിലും മോദിയും അമിത്ഷായും ഒക്കെ നടത്തിയിരുന്ന തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ ഒരിക്കലും വർഗീയ വിദ്വേഷം ഉണ്ടാക്കുവാനുള്ള ശ്രമം നടത്തിയിരുന്നില്ല. എന്നാൽ 3ാം ഘട്ടത്തിലേക്ക് എത്തപ്പെടുമ്പോൾ പരാജയം മണക്കുന്നു എന്ന് തോന്നിയതുകൊണ്ടാണ് തീവ്ര ഹിന്ദു സമീപനം സ്വീകരിക്കുകയും മുസ്ലിങ്ങൾക്കെതിരെ വല്ലാതെ അവഹേളനപരമായിട്ടുള്ള പ്രസംഗങ്ങൾ നടത്തുകയും ചെയ്യുന്ന തരത്തിലേക്ക് എത്തപ്പെടുകയും തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ മുന്നിൽ വരെ മോദിയുടെ പ്രസംഗത്തെക്കുറിച്ചുള്ള പരാതികൾ എത്തപ്പെടുകയും ചെയ്തത്. അപ്പോൾ പരാജയം മുന്നിൽ കാണുമ്പോൾ ഹിന്ദു തീവ്രവാദത്തെ ഉണർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം മുൻപേ നടത്തിയിരുന്നത് അത് വീണ്ടും നടത്തുകയാണ് BJP എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയെ വെല്ലുവിളിക്കുവാൻ വേണ്ടി പ്രധാനമന്ത്രി മുന്നോട്ട് വെച്ച അദാനി, അംബാനി അവർ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള വാചകങ്ങൾ, പ്രസംഗങ്ങൾ ഇപ്പോൾ BJPക്ക് തന്നെ അത് തിരിച്ചടിയാകുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഈ പരാമർശങ്ങളൊക്കെ രാഹുൽ ഗാന്ധിക്കോ കോൺഗ്രസിനോ ഇന്ത്യ മുന്നണിക്കോ ഒരു തരത്തിലുമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. എന്നാൽ അതേസമയം അതിപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് നരേന്ദ്രമോദിക്കും BJPക്കുമാണ് എന്ന് പറയേണ്ടി വരും. 1ാം ഘട്ടവും 2ാം ഘട്ടവും കഴിഞ്ഞ് 3ാം ഘട്ടവും അവസാനിക്കുമ്പോൾ 4ാം ഘട്ട പോളിംഗിലേക്ക് എത്തപ്പെടുമ്പോൾ പരാജയം മണക്കുന്നുണ്ടോ? ഒരു ഹാട്രിക് എന്ന് പറഞ്ഞ് കേന്ദ്രത്തിൽ ഭരണം ഉറപ്പിക്കാം എന്ന് വിശ്വസിച്ചിരുന്ന BJPക്ക് അതിന് കഴിയില്ല എന്നുള്ള തോന്നൽ ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ള സൂചനകൾ വരുന്നുണ്ട്. എന്തായാലും 400 സീറ്റ് എന്നുള്ള സ്വപ്ന സാക്ഷാത്കാരം നടക്കില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പറയാൻ കഴിയുന്നത്. അതുകൊണ്ട് എന്തായാലും ഇനി വളരെ ശ്രദ്ധിച്ച് തന്നെയായിരിക്കും അമിത്ഷായും നരേന്ദ്രമോദിയുമൊക്കെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ, പ്രസംഗങ്ങളിൽ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കുവാൻ തന്നെയായിരിക്കും ശ്രദ്ധിക്കുക എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇനി ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ പണി കിട്ടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പരാജയ ഭീതിയിലേക്ക് ഇപ്പോൾ മുൻപ് ഇന്ത്യ സഖ്യം അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ സഖ്യമാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നെങ്കിൽ ഇപ്പോൾ BJP പോലും പരാജയം മുന്നിൽ കാണുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തപ്പെടുന്നു. അതുകൊണ്ട് വീണ്ടും ഒരു തുടർ ഭരണം എന്നുള്ളത് മോദിക്ക് വിദൂര സ്വപ്നമാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു.